അണ്ണാ ഈ ശശിക്ക് എന്തൊക്കെയാണ് ഞാൻ നമ്മുടെ കാതിരപ്പോൾ ശശി വെച്ചിരിക്കാം. അയാളാണ് നമ്മുടെ ശശി തരൂർ MP. അയാൾ എന്തിനാണ് പാർട്ടി നൽകിയ സ്ഥാനത്തിരുന്നുണ്ട് മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ സ്തുതിക്കണം? ഇവിടെ ഈ സാധാരണ ചില ആളുകൾ ഒരാളെ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്തുതിക്കും. പക്ഷെ ഇങ്ങനെ എന്തിനാണ് സ്തുതിക്കണമെന്ന് ഒരു പിടിയും കിട്ടില്ല. ഇതിലെന്തോ മണക്കുന്നു. എന്തോ അതായത് എടുത്തു ചാട്ടം. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിൽ എടുത്തു ചാടാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് അധികം സമയമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നേടാൻ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ സാധ്യതയുള്ള ഇങ്ങനെ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പോയാൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇരിക്കാൻ പറ്റുമെന്ന്. പ്രധാന സ്ഥാനമൊന്നും കൊടുത്തില്ലെങ്കിലും ആഗ്രഹിക്കണം, പരിഗണന കിട്ടാതെ. ഇവരെയൊക്കെ വിശ്വസിച്ച് വോട്ടിട്ട് ജയിപ്പിക്കുന്ന ജനങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ചില നേതാക്കന്മാര് ചില കേസുകളിലും കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലോട്ട് അങ്ങനെ കൊണ്ടാ. നീ ഇപ്പൊ ഈ ചാടിപ്പോയ മിക്കവാറും നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കും. ഇവരെല്ലാം ഏതെങ്കിലും പെണ്ണ് കേസിലോ ഏതെങ്കിലും അഴിമതി കേസിലോ ഒക്കെ ഉള്ളവന്മാരായിരിക്കും. ഇവരൊക്കെ എപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കാനല്ലോ. ഈ പെണ്ണോടിയന്മാരെ അഴിമതി വീരന്മാരെ എടുത്തിട്ട് പാർട്ടിക്ക് എന്ത് കിട്ടാനാണ്? ഇതിൽ നമ്മൾ എന്തോന്ന് കിട്ടാനാണ്? ഇവിടെ ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ആ പാർട്ടിക്ക് കിട്ടുന്ന ഒരു മൈലേജ് നീ ഒന്ന് ആലോചിക്കണം. ചുമ്മാ അല്ല നടേശനും കിടേശനും തോമസും ജോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോയത്. ഈ മുമ്പ് നിയമസഭയിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന മാണി ബഡ്ജറ്റ് അവതരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് തടസ്സപ്പെടുത്താൻ നോക്കിയത് അന്നത്തെ LDF-ലെ MLA-മാരെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അവരെ അടിയായി പിടിയായി വഴക്കായി അവിടുത്തെ കസേരകളൊക്കെ വലിച്ച് അടിച്ചു പൊട്ടിച്ച് ഇന്നും ആ കേസ് കോടതിയിൽ നടക്കും. പക്ഷെ ഇന്ന് അന്നത്തെ ധനമന്ത്രിയായിരുന്ന മാണി ഇന്നില്ല. ആ പാർട്ടി ഇപ്പം മകന്റെ കയ്യിലാണ്. ആ മകൻ ഇപ്പൊ ആരുടെ കൂടെ? അന്നത്തെ ആളി TV കണ്ട് ഞെരുവര് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ശശി തരൂരിനെ ഈ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കന്മാര് ശശിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മോദി സ്തുതിയും പിണറായി സ്തുതിയും ഒക്കെ ഇങ്ങനെ നടന്നതാണ് അതിലെ അണികൾ പറയണം. പിണറായിയെ സ്തുതിച്ചാണ്. പിണറായിയെ സ്തുതിച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല, ഇപ്പൊ മോദിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ മോദി അവിടെ പ്രധാനമന്ത്രിയാണ്, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അണ്ണൻ നേരത്തെ പറഞ്ഞ കേസുകളും തേപ്പള് തന്നെ. അല്ലെങ്കിൽ ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് അങ്ങനെ തോന്നി കാണുന്നത്. കഴിഞ്ഞ 2 തവണയും വളരെ കഷ്ടപ്പെട്ട് ജയിച്ച് കയറി വന്ന ആളാണ് ഈ ശശി തരൂർ. ഇനി ഈ പാർട്ടി നിന്നിട്ട് ക്ലച്ച് പഠിക്കില്ലെന്ന് അറിയായിരിക്കും. ഈ സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാതെ വിദേശത്തും ഡൽഹിയിലും ഒക്കെ കറങ്ങി നടന്ന് പുസ്തകം എഴുതി നടക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഇനി ഈ അവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കും? എന്തായാലും മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരെ ഇങ്ങനെ പൊഴുന്ന ഇങ്ങനെ സ്വന്തം പാർട്ടിയിൽ തന്നെ പുറത്താക്കി രാഹുൽ ഗാന്ധി. പുറത്താക്കി അത്രയും നല്ലത്. തരൂരിന് ജോലിക്ക് എളുപ്പമായി. എങ്ങനെയാണ് ഒരു ഉളുപ്പില്ല ഇങ്ങനെയൊക്കെ സാധിക്കണം? ഇത്രയും നാളും ഇപ്പുറത്തിരുന്നോണ്ട് അപ്പുറത്തുള്ളവനെ കുറ്റം പറഞ്ഞു, ഇനി അപ്പുറത്തിരുന്നോണ്ട് ഇപ്പുറത്തുള്ളവരെ കുറ്റം പറഞ്ഞു. പണ്ട് കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന ലീഡറിന്റെ മോള് BJP ചാടി പോയില്ലേ? അതുപോലെ തന്നെ അണ്ണ മുമ്പ് ചാനൽ ചർച്ചയിലിരുന്ന് മോദിയും BJPയും സ്തുതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അണ്ണ ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്ന് BJPയും മോദിയും കുറ്റം പറഞ്ഞോണ്ടല്ല. സന്ദീപ് വാര്യർ ചാനലിൽ വന്നപ്പോ എന്തൊക്കെ നാളങ്ങളായിരുന്നു. മോദി സുരേന്ദ്രൻ ഒന്ന് പേരെടുത്ത് പറയുകയായിരുന്നു. ഇപ്പൊ ചാനലിൽ വന്ന് മോദിയെയും സുരേന്ദ്രനെയും BJPയും ഒക്കെ കുറ്റം പറയലാണ് അങ്ങനെ. ശശി തരൂർ എന്ന പേര് ചുരുക്കി ശശി ജി ഇന്ന് കേരളത്തെ ജനങ്ങൾക്ക് വിളിക്കേണ്ടി വരുമെന്നാ.